അപ്പൊ നമ്മള് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിനകത്ത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് മൊഡ്യൂൾ 2 നമ്പർ തിയറി ആൻഡ് ഓൾജിബ്ര. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇതിനെക്കുറിച്ച് ജസ്റ്റ് നമ്പറിന്റെ ഡിവിസിബിലിറ്റി. നമ്മൾ ഈ നമ്പർ തിയറിക്കകത്ത് നമുക്ക് പ്രത്യേകിച്ചും വേണ്ടത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാതിരിക്കുമോ, അങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ മാക്സിമം ഒരു 12 വരെയൊക്കെ നമുക്ക് പറയാം. പിന്നെ 13, 14 ഒക്കെ ഓരോ ഇത് കൂട്ടിരിക്കും, പഠിക്കുന്നതിന്റെ കൂട്ട് ഇത് നമുക്ക് ഓർത്തിരിക്കുന്നതിന്റെ കൂട്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ നമ്പറിന്റെ ഡിവിസിബിലിറ്റി, ഒരു വലിയ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അപ്പം ആ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന പ്രൈം ഫാക്ടറൈസേഷൻ, പ്രൈം നമ്പറിന്റെ ഡിവിസിബിലിറ്റി, പിന്നെ GCD, LCM, ഡിവിഷൻ അൽഗോരിതം, യൂക്ലിഡ് അൽഗോരിതം, ഇതൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ 2-നകത്ത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് 4 മാർക്സ് ആണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ കവർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഡിവിസിബിലിറ്റിയെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. വേണ്ടേ, നമുക്ക് 1ന്റെ ഡിവിസിബിലിറ്റി. അപ്പോൾ ഒരു പ്രോബ്ലം എന്തുണ്ട്, ഏതൊരു നമ്പറിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫോർ എനി നമ്പർ ഡിവിസിബിൾ ബൈ എത്രയാണ്? 1. ഏതൊരു നമ്പർ എടുത്താലും അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഏതൊരു നമ്പറിന്റെയും ഒരു ഫാക്ടർ 1 ആണ്. ഇപ്പൊ 2 എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 2 എടുത്താൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട്. 3 എടുത്താൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 ഡിവൈഡ് ബൈ 1 എത്രയാണ്? 2. 3 ഡിവൈഡ് 1 എത്രയാണ്? 3. അപ്പൊ ഏതൊരു നമ്പറിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട്. അപ്പൊ ഫോർ എനി നമ്പർ, ഏതൊരു നമ്പറിന്റെയും ഒരു ഫാക്ടർ 1 ആണ്. അപ്പം ഏതൊരു നമ്പറിന്റെ ഒരു ഫാക്ടർ എത്രയാണ്? 1 ആണ്. എന്ന് വെച്ചാൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു നമ്പറിനെയും ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നോ, പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നോ, ആ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഫാക്ടേഴ്സ്. അപ്പൊ ഏതൊരു 2 എടുത്താലും 3 എടുത്താലും, ഇപ്പൊ -2 എടുത്താൽ മൈനസ് എത്ര ഉണ്ട്? 1. 0 എടുത്താൽ മൈനസ് എത്ര ഡിവൈഡ് ചെയ്യാം? 1. ഫോർ എനി നമ്പർ, ഏതൊരു നമ്പറിന്റെയും ഡിവിസിബിൾ ബൈ എത്രയാണ്? 1. അപ്പം എല്ലാ നമ്പറിന്റെയും ഒരു ഫാക്ടർ 1 ആണ്. അപ്പം 1 കൊണ്ട് എല്ലാ നമ്പറിനും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഡിവിസിബിൾ ബൈ 2 എന്താണ്? 2. അപ്പൊ ഒരു നമ്പറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ്, ഇതൊരു ഡെഫിനേഷൻ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഈവൻ നമ്പറിന്റെ ഡെഫിനേഷൻ ആണ്. അപ്പൊ ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ, ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആണ്. ആ ഈവൻ നമ്പറിന്റെ എന്ന് പറയുന്നത് വൺസിന്റെ പ്ലേസിൽ ഒന്നെങ്കിൽ 0, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 8. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡിജിറ്റ് വരികയാണെങ്കിൽ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പൊ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എൻഡ് വിത്ത് ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ എൻഡ് ചെയ്യുവാണെങ്കിൽ അതെന്താണ്? ഡിവിസിബിൾ ബൈ 2 ആണ്. ഇപ്പൊ 2, 1, 5, 7, 3, 4 ഇതെന്താണ്? ഡിവിസിബിൾ ബൈ 2 ആണ്. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എൻഡ് ചെയ്യുന്നത് 4-ലാണ്. 2, 5, 7, 3, 7, 2, 1, 5. ഇനി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 2 കൊണ്ട്. എന്തുകൊണ്ട്? എൻഡ് വിത്ത് 5 ആണ്. അപ്പൊ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എൻഡ് വിത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പറിലായിരിക്കണം എൻഡ് ചെയ്യേണ്ടത്. വൺസിന്റെ പ്ലേസ്. അപ്പൊ വൺസിന്റെ പ്ലേസിൽ ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 ആണെങ്കിൽ ആ നമ്പറിനെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ നമ്പറിനെ പൂർണ്ണമായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിന്റെ ഒരു പേരും കൂടെ പറയും, ഈവൻ. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറിനെ പറയുന്ന പേരാണ് നോട്ട് ഡിവിസിബിൾ ബൈ ആണെങ്കിൽ ബൈ 2 ആണെങ്കിൽ അതിനെ പറയുന്ന പേര് ഓഡ്. ഇതൊക്കെ നമ്പറിനകത്ത് വരുന്നത് ചെറിയൊരു നമ്പർ സിസ്റ്റം. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് ഈവൻ നമ്പർ എന്നോണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിന് എന്ത് പറയുന്നത്? ഓഡ് നമ്പർ എന്നാണ് പറയുന്നത്. ഇതാണ് 2ന്റെ ഡിവിസിബിലിറ്റി.
ഇനി 3യുടെ എടുത്തു കഴിഞ്ഞാൽ അപ്പം 1 എല്ലാത്തിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാ നമ്പറിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എൻഡ് വിത്ത് ഈ നമ്പറിലായിരിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ 0, 2, 4, 6, 8 വന്നാൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട്. ഇനി 3 പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 3. അപ്പൊ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് ആ ഡിജിറ്റുകളുടെ സമ്മ്. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്ക് ആകെ ഫസ്റ്റ് ഡിജിറ്റ് 0, പിന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും പറയുന്ന പേരാണ് ഡിജിറ്റ്. ഇത്രയും ഡിജിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ നമ്പർ സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഏത് നമ്പർ ഉണ്ടാക്കുന്നതും ഇത്രയും നമ്മൾ ഡിജിറ്റിന്റെ എണ്ണം 10 ആണ്. ആ നമ്പറൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ് എത്രയാണ്? 10. ആ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 0, 1, 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഡിജിറ്റ്സ്. അപ്പൊ ഒരു 3 ഡിജിറ്റ് ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് സം ഓഫ് ഡിജിറ്റ്. ഫോർ എക്സാമ്പിൾ 4, 5, 3, 2, 1, 5 കിടക്കുന്നു. അപ്പൊ ഇത് ഡിവിസിബിൾ ബൈ 3 ആണെന്ന് അങ്ങനെ നോക്കുന്നത്. ഈ ഡിജിറ്റുകൾ എല്ലാം കൂടെ കൂട്ടിക്കാന്ന് വെച്ചാൽ 4 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 5. അപ്പം ഈ ഡിജിറ്റിനെ 3ന്റെ ഡിവിസിബിലിറ്റി ആണോ ചെക്ക് ചെയ്യാൻ, 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ ആ ഡിജിറ്റുകളുടെ എല്ലാം കൂടെ സം. 4 plus 5, 9. 9 plus 3, 12. 12 plus 2, 14. 14 plus 1, 15. 15 plus 5 എത്രയാണ്? 20 ആണ് വരുന്നത്. 20. 20 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3, 6, 9, 12. 3യുടെ ടേബിൾ 15, 18, 21, 24, 27, 30. ഇതാണ് 3യുടെ മൾട്ടിപ്പിൾസ്. അപ്പൊ ഇത് ഈ 20 3യുടെ മൾട്ടിപ്പിൾസ് ആണോ? അല്ല. 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. Therefore, which is not divisible by എത്ര? അപ്പൊ ഈ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എന്താണ്? ഇങ്ങനെ ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻസ് മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോക്കിയേ, ഒരു നമ്പർ 3യുടെ ഡിവിസിബിലിറ്റി വൃത്തിയായിട്ട് പഠിച്ചോണം. അപ്പൊ 3യുടെ ഡിവിസിബിലിറ്റി എന്താണോ അത് തന്നെയാണ് 90. അപ്പൊ എന്തായിരിക്കും? സെയിം റൂൾ ആണ് 3ക്ക് 9. സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ 3 ഡിവിസിബിൾ ബൈ 3 ആണ്. ഇനി സം ഓഫ് ഡിജിറ്റ്സ് ഇസ് എ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ, അതൊരു 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ എത്രയാണ്? 9. അപ്പൊ 3ക്ക് 9 സെയിം റൂൾ ആണ്, ഡിജിറ്റുകളുടെ സം ആണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നടക്കുന്നു. 5, 2, 3, x, 4, 1, 7 is divisible by 3. Then find the value of x. ഇങ്ങനൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഇത് 3യുടെ ഒരു ഡിവിസിബിലിറ്റി ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ കാണാൻ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് കയറി വരാം. അപ്പൊ നമ്മൾ ഇതിന്റെ സം എടുക്കണം. 5 plus 2 എത്രയാണ്? 7. 7 plus 3. 7 plus 3 എത്രയാണ്? 10. എക്സ് കൊടുക്കട്ടെ. പ്ലസ് 4 14 വരും. പ്ലസ് 1 50. പ്ലസ് 77 എത്ര കിട്ടും? അപ്പം ഇത് എത്ര? 10, 14, 15, 22. അപ്പം 22 നമ്പർ എല്ലാം കൂടെ പിന്നെ എന്താണ്? പ്ലസ് എക്സ്. ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് 3 വരണം. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 വരണമെങ്കിൽ ഇതിന് ഈ 22 കഴിഞ്ഞ് വരുന്ന 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 22 കഴിഞ്ഞ് 24 ഉണ്ട്. അപ്പൊ 24 വരാൻ എക്സിന് എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. Then find x is equal to. ചില ഓപ്ഷൻ അതായിരിക്കത്തില്ല, ഓപ്ഷൻ അത് 2 ആണത്തില്ല. അപ്പൊ അടുത്ത മൾട്ടിപ്പിൾ നോക്കണം. അടുത്ത എത്രയാണ്? 27 ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 23യുടെ മൾട്ടിപ്പിൾസ് വരണം. അപ്പൊ ഈ 22 ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് 22. പിന്നെ പ്ലസ് എക്സ്. എക്സ് എന്ത് വരുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ആ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ടോട്ടൽ വാല്യൂ. അപ്പൊ 22 അവിടെ കിടപ്പുണ്ട്. ഇനി 22 എക്സ് ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 വരണം. അപ്പൊ 22 കഴിഞ്ഞ് വരുന്ന മൾട്ടിപ്പിൾ ഓഫ് 3 24 ഉണ്ട്. അപ്പൊ അത് കിട്ടാൻ എത്ര 2 ആഡ് ചെയ്യണം. പിന്നെ 27 ഉണ്ട്. അത് ആഡ് ചെയ്തിട്ട് എക്സിന് എത്ര കൊടുക്കണം 5. ഇനി എത്ര ഉണ്ട് 30 ഉണ്ട്. അത് കിട്ടാൻ എത്ര കൊടുക്കണം എക്സ് എത്ര കൊടുക്കണം 8 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3 ആഡ് ചെയ്ത് പോയാൽ മതി. ആദ്യം 12 3യുടെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ആദ്യം 12 കിട്ടിയത് 24, പിന്നെ 5 വരാം, പിന്നെ 8 വരാം, പിന്നെ വരത്തില്ല, പിന്നെ 11 ആണ്. 11 ആ പറഞ്ഞോ. അത് എത്ര വരെ അങ്ങനെ പോണം? അതല്ല പറയാം. എക്സ് എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് ആണ്. അപ്പൊ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സിന്റെ വാല്യൂ 2 വരാം, എക്സിന്റെ വാല്യൂ 5 വരാം, എക്സിന്റെ വാല്യൂ 8 വരാം. അടുത്ത എക്സിന്റെ വാല്യൂ 11. ഇതൊരു ഡിജിറ്റ് ആണോ? 11 ഒരു ഡിജിറ്റ് ആണോ? അല്ല, 11 ഒരു ഡിജിറ്റ് അല്ല. അപ്പൊ ഡിജിറ്റ് ഏതൊക്കെയാകാം? 2 ആകാം, 5 ആകാം, 7 ആകാം. അപ്പൊ ഓപ്ഷനകത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. ഒന്നുകിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും ഓപ്ഷൻ തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആ ഡിജിറ്റുകൾ നമ്മൾ ആ കിടക്കുന്ന പർട്ടിക്കുലർ വാല്യൂ എന്നൊക്കെ ഒരു ഡിജിറ്റ് ആണ്. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2 നമ്പർ വരുന്നത്, 2 ഡിജിറ്റുകൾ ഒന്നിച്ച് വരത്തില്ല. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തൊട്ട് മുകളിൽ എഴുതി തന്ന ഡിജിറ്റ് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമാണ് ഡിജിറ്റ് 0 മുതൽ 9 വരെ. അപ്പൊ ഈ 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ വരേണ്ടത്. അത് ബാക്കിയെല്ലാം കൂടെ കൂട്ടുമ്പോൾ 22 വന്ന് പിന്നെ എക്സ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരണം മൾട്ടിപ്പിൾ ഓഫ് 3 വരണം. അപ്പൊ ഏറ്റവും ആദ്യം കിടക്കുന്നത് 22 കഴിഞ്ഞ് വരുന്ന മൾട്ടിപ്പിൾ ഓഫ് 24 ആണ്. അപ്പൊ 2 കിട്ടി. അപ്പൊ എക്സിന് ആദ്യം തന്നെ 2 കിട്ടി. എക്സ് ഈസിക്കൽ 2, പിന്നെ 3 ആഡ് ചെയ്ത് പോയാൽ മതി. എക്സ് ഈസിക്കൽ അടുത്ത എത്ര വരാം 5 വരാം. അടുത്ത മൾട്ടിപ്പിൾ കിട്ടാൻ 5 വരാം. അടുത്ത എക്സ് വരാം 8, പിന്നെ വരത്തില്ല. എക്സ് ഈസിക്കൽ 11 ആണ്. 11 ഒരു ഡിജിറ്റ് അല്ല. അപ്പം ഓപ്ഷനകത്ത് ഈ 3 എണ്ണത്തിന് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 5 വരാം, അല്ലെങ്കിൽ 8 വരാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം. ഇതിനകത്ത് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3, then which of the following is correct? അപ്പൊ ഓപ്ഷനകത്ത് ചിലപ്പോൾ ഇങ്ങനെ കാണാം. ഒരു ഓപ്ഷൻ 2, 5, 8, 3 എന്നും കാണാം. അപ്പൊ വിച്ച് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3, ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഈ എക്സിന് ഏത് വരാം? അപ്പൊ 2 ഇട്ട് കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 3 ആണ്, 5 ഇട്ടാൽ ഡിവിസിബിൾ ബൈ 3 ആണ്, 8 ഇട്ടാൽ ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പൊ ഡിവിസിബിൾ ബൈ 3 അല്ലാത്ത ഏതിട്ടാലാണ്? ആ എക്സിന്റെ പ്ലേസിൽ 3 ഇട്ടാൽ. ഇത് 3 ഒഴിച്ച് ഏതിട്ടാലും ആ 3 വാല്യൂ 2, 5, 8, 8 ഏത് വാല്യൂ അവിടെ ഇട്ടാലും നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്. നെഗറ്റീവായിട്ടും ചോദിക്കാം, പോസിറ്റീവായിട്ടും ചോദിക്കാം, നെഗറ്റീവായിട്ടും ചോദിക്കാം, ഡിവിസിബിലിറ്റിയും ചോദിക്കാം, നോട്ട് ഡിവിസിബിലിറ്റി വെച്ചും ചോദിക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ വേറെ ഇട്ട് തരാം. ഇപ്പൊ വേറെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. 2, 3, 4, 1, x, 7, 2, 5 is not divisible by 3. Then which of them? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നോട്ട് ഡിവിസിബിൾ പറഞ്ഞാലും ഡിവിസിബിൾ പറഞ്ഞാലും ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്യാൻ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കും. ഏതൊക്കെ നമ്പർ വന്നാൽ ഡിവിസിബിൾ ആണെന്ന് നോക്കാം. കൂട്ടി നോക്കാം. ഇത് 5, 10, 17, 19, 24. അപ്പൊ 24 പ്ലസ് എന്താണ് എക്സ്. പറയാം എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? ഡിവിസിബിലിറ്റി ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? പറയാം. 27. ഏതാ? 27. എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? 0. 24 എന്ന് പറഞ്ഞ 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത് എക്സിന് 0 കൊടുത്താൽ ഇത് 24 വരാം. 20. അടുത്ത എത്ര? 27. 3 ആഡ് ചെയ്താൽ 3. അടുത്ത 6. അടുത്ത എത്രയാണ്? 9. അപ്പൊ ഇത്രയും ഡിജിറ്റ് വരാം. അപ്പൊ ആ പ്ലേസിൽ 0യോ 3യോ 6ഓ 9ഓ വന്നാൽ എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പൊ ഇവിടെ 24 എന്ന് പറയുന്നത് ഈ 24 ഉണ്ടോ? ഈ 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പൊ എക്സിന് ഒരു ഓപ്ഷൻ ഉണ്ട് 0 ആകാം. പിന്നെ അടുത്ത മൾട്ടിപ്പിൾ 27 ആണ്. അപ്പൊ 3 ആഡ് ചെയ്ത് 3 ആകാം, 6 ആകാം, 9 ആകാം. അപ്പൊ ഓപ്ഷനകത്ത് നടക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ 0 കിടപ്പുണ്ട്, സെക്കൻഡ് ഓപ്ഷൻ 3 കിടപ്പുണ്ട്, തേർഡ് ഓപ്ഷൻ 2 കിടപ്പുണ്ട്, ഫോർത്ത് ഓപ്ഷൻ 9 കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് നോട്ട് ഡിവിസിബിൾ ബൈ 3 വരുന്നത്? എക്സിന് ഏത് കൊടുക്കുമ്പോഴാണ്? ഇത് തന്നെ
അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം തിരിച്ച്. അപ്പൊ ഡിവിസിബിലിറ്റി ആണെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷനെ കാണത്തുള്ളൂ ഡിവിസിബിലിറ്റി ചോദിച്ചാൽ. നോട്ട് ഡിവിസിബിലിറ്റി ചോദിച്ചാൽ ഇതിനകത്ത് 3 എണ്ണം ഇവിടെ, പിന്നെ അല്ലാത്ത ഒരെണ്ണം കൂടെ തരും. അപ്പൊ അതാണ് ഡിവിസിബിലിറ്റി ബൈ 3യുടെ ഡിവിസിബിലിറ്റി. അപ്പൊ 3യുടെ ഡിവിസിബിലിറ്റി പഠിച്ചോണം. സം ഓഫ് ദി ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പൊ സം ഓഫ് ദി ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പം ഡിവിസിബിൾ ബൈ 3യുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കയറി ചോദിക്കാം. ഒരു ടോപ്പിക് ഡിവിസിബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം. ഇനി 4ന്റെ ഒക്കെ അങ്ങനെ ചോദിക്കാറില്ല. ഈ എക്സിന്റെ ഒക്കെ 4ന്റെ ഒക്കെ നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് 4ന്റെ ഡിവിസിബിലിറ്റി ആണോ എന്നൊക്കെ നോക്കുന്നതാണ്. ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 digits is divisible by 4 ആണെങ്കിൽ then number is divisible by എന്താണ്? 4. അപ്പൊ ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്, ലാസ്റ്റ് 2 ഡിജിറ്റിലെ ആ 2 നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഓൾ നമ്പറിനെ, ഫുൾ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട്. ഫോർ എക്സാമ്പിൾ 2 5 7 3 8 7 2 5 4 9 8 2 കിടക്കാം. അപ്പൊ ഈ നമ്പറിനെ 2 കൊണ്ട് അല്ല 4 കൊണ്ട്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ നമ്മൾ ലാസ്റ്റ് 2 നമ്പർ മാത്രം നോക്കുക. ഇത്രയും വലിയൊരു നമ്പർ വന്നിട്ട് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 4. ഇത് 4ന്റെ ഡിവിസിബിലിറ്റി ആണോ ചെക്ക് ചെയ്യാൻ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. അപ്പൊ ലാസ്റ്റ് 2 ഡിജിറ്റ് എത്രയാണ്? 82 ആണ്. അപ്പൊ 82നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 82 ഡിവൈഡ് ബൈ 4. 4 2s are 8. പറ്റും? ഇല്ല, 2 ആണ്, റിമൈൻഡർ 2 ആണ്, 0. 4 2s are 20 into 4 80 ആണ്, 2 റിമൈൻഡർ വരും. അപ്പൊ ഈ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലാസ്റ്റ് കിടക്കുന്ന 2 നമ്പറിനെ, ആ 2 നമ്പറിനെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഫുൾ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പുറക്ക് വരണം. ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് കിടക്കുന്ന 2 നമ്പർ എത്രയാണ്? 24 ആണ്. അപ്പൊ 24നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. therefore which is divisible by എത്രയാണ്? 4. therefore which is divisible by എത്രയാണ്? 4. ഇനി ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ വയ്ക്കാം. 5 7 3 2 1 5 3 7 2x is divisible by 4 ആണെങ്കിൽ find the value of x. എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? അപ്പൊ ഈ ഒരു നമ്പറിന് ഡിവിസിബിൾ ബൈ 4 വരണമെങ്കിൽ എക്സിന് ഏതൊക്കെ വരാം? ഓരോ ഡിജിറ്റ് ഇട്ട് കൊടുത്തു. എക്സിന് 0 കൊടുത്താൽ 20 ആണ്. പിന്നെ 4 വെച്ച് ആഡ് ചെയ്താൽ മതി. അപ്പൊ എക്സിന് ഒരെണ്ണം എന്ത് വരാം? 0. അപ്പൊ 20 ആണ് ലാസ്റ്റ് വന്നേക്കുന്നത്. പിന്നെ ഇത് വരാം, x4 വെച്ച് ആഡ് ചെയ്താൽ മതി. അപ്പൊ 24 വന്നാൽ പിന്നെ ഏത് വരാം? 8. അപ്പൊ എത്രയാണ്? 28. അപ്പൊ ഏതൊക്കെയാണ്? 0 4 8. അപ്പൊ ഇങ്ങനെ ചില ക്വസ്റ്റ്യൻ ഒക്കെ വരാം. അപ്പൊ ഇത് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ഏതൊക്കെ വരാം? എക്സിന്റെ വാല്യൂ ഏതൊക്കെ വരാം? 0 4 8. അപ്പൊ ഇവിടെ ഡിവിസിബിലിറ്റി നോക്കിയത്. ഇപ്പൊ ലാസ്റ്റ് എൻഡ് ചെയ്ത നമ്പർ 3x ആണെങ്കിലോ? 3x ആണെങ്കിലോ എക്സിന് ഏതൊക്കെ വരാം? ഇത് 3 തുടങ്ങുന്ന ഡിവിസിബിലിറ്റി ബൈ 4 ഏതാണ്? 32 ആണ് ആദ്യത്തെ ഡിവിസിബിൾ ബൈ 4. പിന്നെ 36 ആണ്. പിന്നെ ഏതാണ്? അത്രേ ഉള്ളു. 30 ആണ്. പിന്നെ 40 ആണ്. 40 അല്ലല്ലോ നമുക്ക് 3 തുടങ്ങുന്നില്ലേ? അപ്പൊ ഏതൊക്കെ മാത്രമേ ഉള്ളൂ? 2ഉം 6ഉം. അപ്പൊ 2ലും 6ലും 32 36ൽ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ ഇവിടെ 3 കിടക്കുന്നത്. എക്സിന്റെ വാല്യൂ ഏതൊക്കെ വരാം? 2 വരാം, 6 വരാം. അപ്പൊ 2ഉം 6ഉം വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്? ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പം ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കിടക്കുന്ന 2 നമ്പറിനെ 2 ഡിജിറ്റ് നമ്പറിനെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ
ആ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 4 ആണ്. ഡിവിസിബിൾ ബൈ 4 പഠിച്ചോണം. ഡിവിസിബിൾ ബൈ 4. ഇനി ഡിവിസിബിൾ ബൈ എന്താണ്? 5. ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതൊക്കെ വരണം? 0 ഓർ എന്താണ് 5. അപ്പൊ 0-ലോ 5-ലോ എൻഡ് ചെയ്യുക, 0-ലോ 5-ലോ എൻഡ് ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു നമ്പറിനെ ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ പൂർണ്ണമായിട്ട് ആ നമ്പറിനെ എൻഡ് ചെയ്യുന്ന എന്തായിരിക്കണം? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ എന്താണ് 5. അപ്പം 0-ലോ 5-ലോ എൻഡ് ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏതാ? അത് സിമ്പിൾ ആണ്. ഇപ്പം 2 5 7 3 2 5. അപ്പൊ എന്തിൽ എൻഡ് ചെയ്ത്? 5-ൽ എൻഡ് ചെയ്തുകൊണ്ട് ഡിവിസിബിൾ ബൈ 5 ആണ്. 3 7 2 1 5 7 3 2. ഇത് 5-ലും അല്ല 0-ലും അല്ല. അപ്പൊ ഇതെന്താണ്? നോട്ട് ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പൊ ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 0-ൽ എൻഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തിൽ എൻഡ് ചെയ്യണം? 5-ലും. അപ്പൊ 0-ലോ 5-ലോ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ഇനി ഡിവിസിബിൾ ബൈ 6 എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാം? ഡിവിസിബിൾ ബൈ 6. Divisible by 2 and 3. 3 കൊണ്ടും 6-ന്റെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ 6-നെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ 2 into 3 ആണ്. അപ്പൊ 6-നെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ 2 into 3 ആണ്. അപ്പൊ ഒരു നമ്പറിനെ 2 കൊണ്ടും 6 3 കൊണ്ടും, അപ്പൊ അങ്ങനല്ല, ഇങ്ങനെ പഠിച്ചോ. അപ്പൊ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട്. അപ്പൊ ഈ 6 കൊണ്ട് ഡിവൈഡ്, അപ്പൊ ഇങ്ങനെ പഠിച്ചു, ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ 2-ന്റെ ഡിവിസിബിലിറ്റി അറിയും. എൻഡ് വിത്ത് 0 2 4 6 8 ഇതിൽ എൻഡ് ചെയ്യണം. അപ്പൊ ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് എന്തിൽ എന്ത് ചെയ്യണം? ഈ ഏതെങ്കിലും ഒരു നമ്പറിലായിരിക്കണം എൻഡ് ചെയ്യണം, ലാസ്റ്റ് ഡിജിറ്റ്. പിന്നെ 3-യെ കാണിക്കാൻ ആ ഡിജിറ്റുകളുടെ സമ്മ് മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കണം? 3. രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് ഞാൻ അതൊരു ഈവൻ നമ്പർ ആയിരിക്കണം. അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ 5 7 3 2 4 7 5 2. അപ്പൊ നമുക്ക് നോക്കാം ഇത് ഡിവിസിബിൾ ബൈ 6 ആണോ എന്ന് നോക്കാൻ. ആദ്യം എന്തിൽ എൻഡ് ചെയ്ത്? 2. ഓക്കെ, അത് ഓക്കെ. ഇനി ഇതിന്റെ എല്ലാം കൂടെ സം നോക്ക്. 7 5 12 12 3 15 15 2 17 17 4 21 21 7 28 28 5 33 33 2 35. നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പൊ ഈ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സപ്പോസ് ഇത് 8 ആയിക്കോട്ടെ. ഇങ്ങനെ 8 ആകുമ്പോൾ എന്ത് വരും? 12. ഒന്നുകൂടെ കൂട്ടാം, ഒന്നും ആഡ് ചെയ്താൽ മതി, ഞാനൊന്ന് കൂട്ടിയേക്കാം. 7 5 12 12 3 15 15 2 17 17 21 29 29 7 36. 36-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 36-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? എൻഡ് വിത്ത് 2 ആണ്. അപ്പൊ ഒരു ഈവൻ നമ്പർ ആണ്. ഇതിന്റെ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഇത് ഡിവിസിബിൾ ബൈ എത്രയാണ്? 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നോക്കുന്നത്? ആ നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. അതുപോലെ അതെന്തിന്റെ ആയിരിക്കണം? ഒരു 3-യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻ. നിങ്ങൾ നെക്സ്റ്റ് പറയണേ. 8 3 4 x 2 5 7 4. ഫൈൻഡ് എക്സ്. ഒന്ന് എക്സ് എന്ന് പറഞ്ഞേ. എക്സ് എന്ത് വരും എന്ന് പറഞ്ഞേ. നോക്കാം, ഞാൻ ചുമ്മാ എഴുതി, നിങ്ങൾ നോക്കി.
എല്ലാവർക്കും 3 ആണ് കിട്ടിയത്. ഇതാദ്യം നോക്കേണ്ട എന്താണ്? ഓക്കെ ആണ്. പിന്നെ ഇതിന്റെ സമ്മ് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 8 3 11 15 15 5 20 20 2 22 29 29 4 33. അപ്പൊ എക്സിന്റെ വാല്യൂ ഏതൊക്കെ? 33 പ്ലസ് എക്സ് ആണോ എല്ലാവർക്കും വന്നത്? അപ്പൊ എക്സിന്റെ വാല്യൂ ഏതൊക്കെ വരാം? 0 3. എക്സിന്റെ വാല്യൂ 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 0 വരാം, 3 വരാം, പിന്നെ ഏത് വരാം? 6 വരാം, പിന്നെ ഏത് വരാം? 9 വരാം. ഇത്രയും വന്നുകൂടെ എക്സിന്? അല്ലയോ? എക്സിനൊക്കെ വാല്യൂ വരാമല്ലോ. ബാക്കി എല്ലാം കൂടെ കൂടെ 33 അല്ലയോ? എക്സിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അപ്പൊ എന്താണ്? 8 3 4 0 2 5 7 4 ഡിവിസിബിൾ ബൈ 6 ആണ്. 3 സമ്മ്. അടുത്ത 8 3 4 3 2 5 7 4. ഓക്കെ. അടുത്ത എന്താണ്? 8 3 4 6 2 5 7 4. അടുത്ത എന്താണ്? 8 3 4 9 2 5 7 4. ഇതെല്ലാം 4ൽ എൻഡ് ചെയ്ത് അതുപോലെ ഈവൻ നമ്പർ ആണ്. അപ്പൊ 2ന്റെ ഡിവിസിബിലിറ്റി ആണ്. ഇതിന്റെ സമ്മ എല്ലാം എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതെന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പൊ ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഓപ്ഷൻസിൽ ഈ ഇതൊക്കെ തന്നിട്ട് നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ടേം ആണോ കൊടുക്കേണ്ടത്? ലൈക്ക് 0 ആണോ കൊടുക്കേണ്ടത്? അതാണോ കൂടുതൽ പ്രിസൈസ് ആയിട്ട് വരാം? അല്ല, ഓപ്ഷനകത്ത് ഇതെല്ലാം കൂടെ തരത്തില്ല. ഓപ്ഷനകത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാം, ഫൈൻഡ് ദി സ്മോളസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ. എക്സിന് കൊടുക്കാവുന്ന ലാർജസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണേ തരത്തുള്ളൂ. എല്ലാം കൂടെ ഓപ്ഷൻ തരത്തില്ല. ഡിവിസിബിൾ ബൈ 6 വെച്ചിട്ട് ഇതിനകത്ത് എല്ലാം കൂടെ ഓപ്ഷൻ തരത്തില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഓരോ ഓപ്ഷൻ തരും. അല്ലെങ്കിൽ ഫൈൻഡ് ദി ലാർജസ്റ്റ് വാല്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എക്സ്. അപ്പൊ എക്സിന്റെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ്? 0. ഇങ്ങനെ ഇത് എക്സിസ്റ്റ് ചെയ്ത് ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 0. ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എത്രയാണ്? 9. അല്ലെങ്കിൽ ഓപ്ഷനകത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണേ തരത്തുള്ളൂ. അല്ലാതെ കറക്റ്റ് ആയിട്ട് ഇപ്പം 0 തന്ന്, 3 തന്ന്, പിന്നെ 6 അല്ലെങ്കിൽ 5 തന്ന്, 4 തന്ന്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായ ഓപ്ഷൻ ഉണ്ട്. എയും ബിയും കറക്റ്റ് ആണ്. അങ്ങനെ ഒരിക്കലും തരത്തില്ല. നിയറസ്റ്റ് വാല്യൂ എന്നൊന്നും ഇല്ല. നമ്മൾ ഏറ്റവും അടുത്ത വാല്യൂ എന്നൊന്നും ഇല്ല. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഡിവിസിബിൾ ബൈ ആണെങ്കിൽ എക്സിന് ഏത് ഡിജിറ്റ് കൊടുത്താൽ ഡിവിസിബിൾ ബൈ വരുന്നോ അതെല്ലാം എക്സിന്റെ വാല്യൂസ് ആണ്. പിന്നെ എടുത്തവർ പറയുകയാണെങ്കിൽ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എക്സ്, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ വാല്യൂ, എക്സിന്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ ഓഫ് എക്സ്, ഏറ്റവും വലിയ വാല്യൂ ഏതാണ്, അങ്ങനെ വന്നാൽ മാത്രമാണ് ഇത് സ്മോളസ്റ്റ് വാല്യൂ ആണ് 0, ലാർജസ്റ്റ് വാല്യൂ ആണ് 9. അങ്ങനെ വന്നാൽ മാത്രമാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഓരോ ഓപ്ഷനെ കാണത്തുള്ളൂ. കിട്ടിയോ? യെസ്.